ആയിട്ടുണ്ട്. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു ഔട്ടിങ്ങിന് പോയിരിക്കുകയാണ്. നമ്മുടെ ഒരു സ്പെഷ്യൽ സ്ഥലത്ത്, ഫ്യൂച്ചറയിലുള്ള ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. അപ്പം നമ്മളോടൊപ്പം നമ്മുടെ ചങ്കുകളായ കോട്ടയം അച്ചായൻ ആനന്ദ് ലൂക്കോസ്, പിന്നെ ഇരിങ്ങാലക്കുട അച്ചായൻ ഇതാ സിജു. അതാണ് സിജു. എന്താണ് ബാക്കിയുള്ളത്? സിജു ഇരിങ്ങാലക്കുട. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു വിഭവം ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാടൻ വിഭവം. അങ്കമാലിയിലൊക്കെ സ്പെഷ്യലാണെന്ന് പറഞ്ഞു, കോട്ടയത്തും സ്പെഷ്യലാണ്. അതായത് എല്ലും പിന്നെ എന്താണ് കപ്പയും. അതിനോടൊപ്പം തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഫാമിലീസാണ് നമുക്ക് ഇത് വേണ്ടിയിട്ടുള്ള ബാക്ക് സപ്പോർട്ട് തരുന്നത്. പിന്നെ നമ്മളിത് അടുപ്പൊക്കെ കൂട്ടി നാടൻ സ്റ്റൈലിൽ എല്ലാവരും മുണ്ടൊക്കെ എടുത്ത് അല്ല കിടുക്കാച്ചി സ്റ്റൈലിൽ ഇതുപോലൊക്കെ ഒരു ഭാഗ്യം നമുക്ക് ഈ ഗൾഫിൽ വന്നിട്ട് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ കുറച്ച് ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പ്രോട്ടോക്കോളൊക്കെ മാനിക്കുന്നുണ്ട്. അതായത് ഇത് എന്തിനുള്ള പ്രോട്ടോക്കോള്? കോവിഡിനുള്ള പ്രോട്ടോക്കോള്. സ്റ്റേ സേഫ്, പിന്നെ സ്റ്റേ ഹോം, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതുപോലെ ഒഴിവ് കിട്ടുന്ന സമയത്ത് കുറേ കാലമായിരിക്കുന്നു. അപ്പോൾ ഒന്നെടുത്ത കറക്കാൻ വെച്ചു. അപ്പോൾ നമ്മളൊന്നും നോക്കണില്ല, നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. എന്താണ്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്നും അമർത്തിക്കോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കിടുക്കാച്ചി വീഡിയോകളായിട്ട് ആഴ്ചയിൽ വരും. അപ്പോൾ നമുക്ക് കാണാമല്ലേ? കാണണട്ടാ. അപ്പോൾ അതാ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹാശംസകളോടെ നമ്മൾ നേരിട്ട് കുക്കിങ്ങിലേക്ക് പോവാണ്. വാ വരിക. നമ്മൾ കുറച്ച് ഫ്രോസൺ കപ്പയാണ് മേടിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി കപ്പയാണ്. അപ്പോൾ നമുക്കിത് ലേശം വെള്ളം ഒഴിക്കാം. ഇത് ഏകദേശം വെന്തിട്ടുള്ളതാണ്. ഒന്ന് ഇതുപോലെ കഴുകാം. ഏകദേശം ഉണ്ടാക്കും വെന്തിട്ട് ഇങ്ങനെ പോലത്തെ ഒരു സംഭവം. ഇതാകുമ്പോൾ പരിപാടി സിമ്പിളായിട്ട് കഴിയും. ഇതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇറച്ചിയുടെ അതേ വലുപ്പത്തിൽ. അപ്പോൾ നമ്മളെ ഇന്ന് സഹായിക്കാൻ നമ്മുടെ വൈഫും എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സവോള നന്നാക്കലും ഒരു സൈഡിൽ. അപ്പോൾ നമ്മുടെ കപ്പ, ഫ്രോസൺ കപ്പ കഷ്ണം കഷ്ണമാക്കുകയാണ് ഇറച്ചിയുടെ വലുപ്പത്തിൽ. കമ്പനി പിന്നെ അതിനോ ഒരു എക്സ് കണ്ടിട്ടാണ് ഞാൻ 6 കൊടുത്തേക്കണത്. അപ്പം നമ്മുടെ വിറകൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിറക് റെഡിയായി. കുറച്ചുകൂടി വിറക് വേണം കേട്ടോ. അപ്പോൾ ഈ കത്തി നമ്മളിതാ അടുപ്പത്ത് നമ്മുടെ ഉരുളി വെച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കിലോ സവോള നമ്മൾ ഇടുന്നുണ്ട്. 3 കിലോ ബീഫും ഒരു 3 കിലോ കപ്പയും കൂടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് സവോള ഇട്ട് അപ്പോൾ കുമ്പറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അടുപ്പ് റെഡിയായി. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കളിക്ക്.
അപ്പൊ ഈ ചിക്കന്റെ മസാല കൂട്ടിയത് നമ്മുടെ പ്യാരേച്ചി ടീമാണ്. അതായത് നമ്മുടെ സുജേന്റെ വൈഫ്. അപ്പൊ നമ്മളിത് വർക്കാണ് പിള്ളേർക്ക് വേണ്ടി. പ്യാരേച്ചി ഇത് എങ്ങനെയാണ് ഇതിന്റെ മസാല ഒക്കെ ചേർത്തത്? കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല കുറച്ച്. ഗരം മസാല ചേർത്തിണ്ടോ? ഓക്കെ ഓക്കെ. പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ ഓക്കെ. പിന്നെ വേപ്പിലിട്ടുണ്ടല്ലേ? വേപ്പിലിട്ടിട്ടുണ്ട്. തൈര്, നാരങ്ങ പിഴിഞ്ഞത്. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ തൈര്, നാരങ്ങ പിഴിഞ്ഞത്, പിന്നെ വേപ്പില, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല. സംഭവം സെറ്റപ്പ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് അപ്പൊ ചിക്കൻ ഫ്രൈ റെഡിയായി കണ്ടാ. കുടുംബത്തിൽ രണ്ടുപേരും പറഞ്ഞ പോലെ സബോള നമ്മൾ വരട്ടി കുറച്ചായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മിളക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇതിലേക്ക് ഇടാണ്. കുറച്ചധികം ഇടാം. നിങ്ങളുടെ ഈ ക്യാമറയുടെ ബാഗിന്റെ ഫ്രണ്ടിൽ ഇട്ടുകൊടുക്കാം. നമ്മുടെ കോട്ടയം അച്ചായനും ഇരിങ്ങാലക്കോട്ട അച്ചായനും കൂടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വേപ്പിന്റെ എല്ലാം ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് മല്ലിപ്പൊടി. അതെ ഒന്നാം റൗണ്ട് കഴിഞ്ഞു. രണ്ടാം റൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെയോ? രണ്ടാം റൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ പിള്ളേരോട് കഴിക്കാൻ പറ. ഒരു ചട്ടിട്ട് എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ. മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം കിട്ടും. ആ മണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുളകും കാര്യങ്ങളും ക്ലിയറാക്കാം. അപ്പോൾ നമ്മുടെ മല്ലി മൂത്ത് വന്നു. നല്ല മണം കിട്ടുന്നല്ലേ? അതെന്താ മണം കിട്ടുന്നുണ്ട്. അപ്പോൾ മണം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അതിലേക്ക് നല്ല മുളക് പൊടി ഇട്ടാണ് കുറച്ചിട്ട്. നമുക്ക് കുറച്ച് ചൊടി കൂടുതൽ വന്നിട്ടാ. അതുകൊണ്ടാണ് ലേശം മുളക് പൊടി അല്ല മഞ്ഞപ്പൊടി. സ്ട്രോങ് ആയത് അപ്പൊ നമ്മളിതാ 3 കിലോ ബീഫ് ഇതിലെ സ്പെഷ്യൽ ഫ്രഷ് ബീഫാണ്. ഇത് വേവിച്ച് കൊണ്ടിട്ടുണ്ട്. ഇതിൽ ലേശം മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കുക്കറിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. കാരണം ഇവിടെ വന്ന് കുക്കറിൽ അടിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ബീഫാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കപ്പ ഇത് ലേശം നമുക്ക് ഇടാം. എനിക്ക് കാരണം വെച്ചാൽ ഫുൾ ഇടുന്നില്ല, കുറച്ച് കൂടുതലാണ് കപ്പ. നോക്കിയിട്ട് ഇടാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇതിനാണ്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ബീഫും കപ്പയും ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തീ കണ്ട് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പൊ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വേവാവും. രണ്ടും കൂടി വേവ് മിക്സ് ആവും. ഇത് മുക്കാ വേവാണ് ബീഫായിട്ടുള്ളത്. ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാം. കാരണം കപ്പ വേവണം. അപ്പം പിന്നെ ബീഫിന്റെ ഫുള്ള് വേവാവണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വെള്ളക്കി കൊടുക്കുക. കേട്ടാ, ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് നമ്മളിതിൻ്റെ അടപ്പ് ഇപ്പോൾ ഇതന്നെ ആക്കാൻ പറ്റുമെന്ന് നോക്കണം. പറ്റുമെന്ന് തോന്നുന്നു. സൂപ്പർ ചിക്കനാണ്, ഒന്നും പറയാനില്ല. നല്ല കൂട്ടൊക്കെ, നല്ല അടിപൊളി കൂട്ട്. അത് നമ്മുടെ പ്യാരേച്ചി ഉണ്ടാക്കി കേട്ടോ. നമ്മുടെ പ്യാരാൻ്റെ സ്പെഷ്യൽ. ഓക്കേ,
ആനന്ദ എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്? ആയി വരുന്നു. ആഹാ, നാട്ടിലൊരു പ്രതീതി അല്ലേ? കല്യാണ തലേന്ന് ഇങ്ങനെ പെട്ടക്കണ പോലെ കോട്ടയ ചായൻ ആഞ്ഞു പിടിക്കാണ്. വിഷ്ണുടിങ്ങേ അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഇളക്കുക. അപ്പം നല്ല മണം വരും. എല്ലാവരും കപ്പ ബിരിയാണി റെഡി. കപ്പ ബിരിയാണി റെഡി. അങ്ങനെ നമ്മുടെ കപ്പയും ബീഫും റെഡി ആയി. ഒന്ന് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? മസാല ഒക്കെ എങ്ങനെയുണ്ട്? പിടിച്ചു വരുന്നു. സൂപ്പറാണോ? അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. കപ്പയും ബീഫും കടിച്ച് ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം കൂടി ഇരിക്കും. ഒരു ടെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് കുറച്ച് നേരം കൂടി ഇരിക്കും. ഒരു 10 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ശരി, ബൈ.